എന്താ കിട്ടി? അപ്പൊ ഇതിനൊന്നും ഒരു വാവില്ലേ? ബായ് ഓടിക്കുന്നത് കണ്ടില്ലേ? കൂടുതൽ വാവുണ്ട്. കിറ്റ്കിറ്റേ, ഇന്നെങ്കിലും നീ തോത്താറാവിനെ പൊക്കി പറയുന്ന പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? ഇവിടെ വരൂ, ഇവിടെ വരൂ. അത് കൊള്ളാലോ. ഇനി എവിടെ ഒക്കത്ത് കയറിയിരിക്കോ ഞങ്ങളെ? നീ മാത്രമേ വന്നോളൂ, ബാക്കിയുള്ളവരും കൂടെ ഇവിടേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ വരൂ. എന്താ കാര്യം? ഒരു നല്ല കാര്യമാണ്. ആ കാര്യത്തിലും ഒരു കാര്യമുണ്ട്. വൈകുന്നേരം കഴിഞ്ഞാൽ രാത്രിയാണ്, നാളെയും അങ്ങനെയാണ്. ഇദ്ദേഹമാണ് മിസ്റ്റർ തൽവാർ സിംഗ് തവ, എന്റെ ഫ്രണ്ടാണ്. ഇദ്ദേഹം തവയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ തലയിൽ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഇദ്ദേഹത്തിന്റെ തവയിൽ ചപ്പാത്തി ഉണ്ടാക്കാം. ഇദ്ദേഹത്തിന്റെ കമ്പനിയിൽ തവ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിന് തവയുടെ ആടുണ്ടാക്കണം. ഇതിലിപ്പോ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? ആട് നിങ്ങൾ ഉണ്ടാക്കും. അതായത് നിങ്ങൾ എല്ലാവരും എന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ശൈലിയിൽ ആടുണ്ടാക്കണം. ആരുടെ ആടാണോ ഏറ്റവും നന്നാവുന്നത് അയാൾ ഈ കോമ്പറ്റീഷനിൽ ജയിക്കും. അയാൾ ഉണ്ടാക്കുന്ന ആ ആട് മിസ്റ്റർ തൽവാർ സിംഗ് തവ ഷൂട്ട് ചെയ്യുന്നതാണ്. പറയേ, നമ്മൾ എന്താടാ ഉണ്ടാക്കാൻ പോകുന്നേ? എടാ, ഞാനൊന്ന് ആലോചിച്ചോട്ടെ. അപ്പൊ ഇത്രയും കാറ്റുകൊണ്ടിട്ട് നിന്റെ തല വർക്ക് ചെയ്യുന്നില്ലേ? പിന്നെന്താ കാര്യമുള്ളേ? ഇതിനേക്കാളൊക്കെ ഭേദം എന്നെ പോലെ ബുദ്ധി ഇല്ലാണ്ടിരിക്കുന്നത് തന്നെയാ. കൂട്ടുകാരെ, അധിക സമയം പുറത്തിരിക്കാൻ പറ്റില്ല. മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ പ്രശ്നത്തിന് സൊല്യൂഷനും കിട്ടുന്നില്ല. വേറെ വേറെ പ്രോബ്ലംസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നീ വിഷമിക്കട്ട കിറ്റി. ഹണി, അവനെ വെറുതെ വിടരുത്. നിനക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ തവ വെച്ച് അടിയിട്ടിട്ടുണ്ടോ? പെരും കള്ള. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. അയ്യോ, താങ്ക് യു കുട്ടികളെ. You are welcome. കൂട്ടുകാരെ, വേഗം അകത്തേക്ക് പോകാം, അല്ലെങ്കിൽ എല്ലാവരും നനയും. മോഷണ കുറ്റത്തിനായി നിങ്ങളെ ഞാൻ അറസ്റ്റ് ചെയ്യുകയാണ്. ഒരു മിനിറ്റ്, ഇവര് ഓർണമെന്റ്സ് എല്ലാം ബാഗിൽ കുത്തി നിറച്ച് പോയിരുന്നെങ്കിൽ മോഷണമെന്ന് പറയാമായിരുന്നു. ഓക്കെ, അവർ മോഷ്ടിച്ചു. പക്ഷെ നമ്മളെ മറികടന്ന് അവരേതായാലും ഓടിപ്പോയിട്ടൊന്നും ഇല്ലല്ലോ. ശരി, അവർ പോയെന്ന് വെക്കാം. പക്ഷെ പോലീസിനെ ജീപ്പ് എടുത്ത് കടന്നു കളഞ്ഞില്ലല്ലോ. അതാ അവർ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ പോയി പിടിക്ക്, അല്ലെങ്കിൽ യു ആർ ഫയർ. നോക്കൂ സാർ, അവൻ വീണ്ടും ഗുണ്ടായിസം കാണിക്കാണ്. വരൂ, നമുക്കൊരെ പോയി പിടിക്കാം. വരൂ സാർ, ഇവർ രണ്ടുപേരും എന്റെ ക്യാരറ്റ് തട്ടിപ്പറിച്ചു. എങ്ങനെ എടുത്തത്? എന്റെ കയ്യിൽ നിന്ന് എടുത്ത് കാണിക്ക്. ഓക്കേ, ഇങ്ങനെ. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് പറയാൻ മാത്രം നീ ആരാണ്? എന്നോട് തർക്കിക്കാൻ നിന്നാ നീ 5 വർഷത്തേക്ക് പുറം ലോകം കാണില്ല. 5 വർഷം എന്ന് പറയുമ്പോ കുറച്ച് കൂടുതലാണ്. സത്യത്തിൽ ഈ 5 വർഷം എന്നൊക്കെ പറയുന്നതേ പകുതി വെച്ച് മുറിച്ച് 2.5 ആക്കുന്നത് നല്ലത്. എന്നോട് ബാർഗെയിൻ ചെയ്യാൻ വന്ന കുറ്റത്തിന് നിന്നെ ഞാൻ ശിക്ഷിക്കും. ആന വരുമ്പോ അതിന്റെ താഴെ പോയി കിടക്കണം. എന്നിട്ട് അത് എത്ര പുഷപ്പെടുക്കുമെന്ന് നോക്കണം. പിടിക്കവനെ. എന്തിനാണ് പിടിക്കുന്നത്? അവൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. എന്നാ കുഴപ്പമില്ല, ഞാൻ തന്നെ ഇവനെ പിടിച്ചോളാം. ഹണിയെ വെറുതെ വിട്, അവൻ ഒരു തെറ്റും ചെയ്തില്ല.
എന്റെ അമ്മച്ചി. ഇതെന്തൊരു പോലീസുകാരനെ ഇത്? സ്വന്തം മീശ വീഴാതെ പിടിക്കാറിയില്ല. പിന്നെ എങ്ങനെയാ നിങ്ങൾ കള്ളനെ പിടിക്കുന്നേ? ഈഷ്, ഇവൻ കമ്മീഷണർ അല്ല. ഡുഗു ഗുഗുവിന്റെ സഹോദരൻ മോസ്റ്റ് വാണ്ടഡ് ഗുണ്ട കുക്കുവാണ്. അപ്പൊ യഥാർത്ഥ കമ്മീഷണർ സാറിനെയും ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ടാകും. പറയേ, അദ്ദേഹം എവിടെ? വേഗം വാ, ഓടി രക്ഷപ്പെടാം. നമുക്ക് സ്കൂട്ടറിൽ അവരെ പിന്തുടരാം. ദേ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയവര് എങ്ങോട്ടാ പോയെന്ന് അറിയോ? ഇല്ലല്ലോ. അവര് മുകളിലുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അതിന്റെ മുകളിലെത്തണം. ആദ്യം അമരുടെ കല്ലുമഴ ഒന്ന് നിക്കട്ടെ, എന്നിട്ട് പോവാ അങ്ങോട്ട്. കൂട്ടുകാരെ, മുകളിലെത്താൻ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഈഷ്, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഞാൻ വാങ്ങിച്ചു തരും. ഏറ്റവും വലിയ ശിക്ഷ കൊടുത്ത ആൾക്കാർ തന്നെ ഇപ്പൊ ജയിലിൽ സുഖമായിട്ടാ ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ദൈവത്തെ ഓർത്ത് നിന്റെ വായൊന്ന് അടച്ചു വെക്കുക ഹണി. അവന്മാരെ പെട്ടെന്ന് പിടിക്കണം. എന്ത് പറ്റി? മാഡം, ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഓ, ഇതെന്താ ഇങ്ങനെ എല്ലാരും ഓരോന്ന് പറയുന്നത്? ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ളത് കാരണം കൂടുതൽ പറയാനുള്ള ശക്തിയില്ല. അതുകൊണ്ട് സെന്റൻസ് ഒക്കെ ഡിവൈഡ് ചെയ്തെടുത്തതാ. ഓഹോ, ശക്തി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ഇത്രയും വലിയ സെന്റൻസ് പറഞ്ഞത്? ഓഹോ, മേഡത്തിന് ഭയങ്കര ബുദ്ധിയാണ്. ഓ കുട്ടികളെ, ഭക്ഷണം റെഡിയാണ്. ഞാനിപ്പോ പോയി എടുത്തോണ്ട് വരാം. ഞാനും മേഡത്തെ സഹായിക്കാം. താങ്ക് യു സർദാർ. അയ്യോ, എന്നെ കാച്ച് പിടിച്ചതിന് താങ്ക് യു. തന്നെ പുറത്ത് വീഴുന്നതിന് സോറി. ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം അമ്മേ. ഈഷ്, കമ്മീഷണർ സാർ. അയ്യോ, ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അയ്യോ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈഷ് സാർ കമ്മീഷണർ അല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ഷോക്ക് ആകുന്നത്? ആ, കുട്ടിക്കാലത്ത് എന്റെ ആഗ്രഹം കമ്മീഷണർ ആകണമെന്നായിരുന്നു. ആ ആഗ്രഹം സാധിക്കാൻ ഞാൻ പലതും ചെയ്തു. ഇപ്പൊ അത് സാധിച്ചു. അതിന്റെ ഒരു ഷോക്കിലാണ് ഞാനിപ്പോൾ. മനസ്സിലായോ അനാക്കൊണ്ട? അനക്കൊണ്ടയല്ല, പാണ്ട. ഞാൻ ഫോണിൽ എന്റെ പേര് പറഞ്ഞായിരുന്നു. കേക്കുച്ചണ്ട. അയ്യോ, ചെണ്ടയല്ല, പാണ്ട. എന്തുണ്ടെങ്കിലും ആവട്ടെ, ഈ കുറ്റവാളികളെ ഉടനെ പുറത്തിറക്കിയിട്ട് ഈ ജയിലില് കുരങ്ങൻ കുറുക്കൻ സിംഹത്തൊക്കെ ഇടൂ. എന്റെ മോന് സൂ കാണണം, പക്ഷെ വണ്ടിയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ ചെയ്താൽ കുട്ടികളെല്ലാം ഓടിപ്പോകും. ഗുണ്ടകൾ ജയിലിൽ കിടന്നാൽ കുറ്റകൃത്യങ്ങൾ നടക്കില്ല. അങ്ങനെ നടക്കാതെ വന്നാൽ പോലീസിന് പണി ഉണ്ടാകില്ല. അങ്ങനെ പണിയില്ലാതെ വന്നാലോ നമ്മുടെയൊക്കെ ജോലി തെറിക്കുകയും ചെയ്യും. അങ്ങനെ ആവാൻ ഞാൻ സമ്മതിക്കില്ല. ഓ, 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 സാർ.
ഈ ഭൂമി എന്റെ അമ്മയാണ്. നമസ്കാരം മമ്മി. മമ്മി, എന്റെ മമ്മി. ആയിരിക്കുകയാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടാലന്റ് കാണിക്കാം. നിങ്ങളുടെ ടാലന്റ് എന്ന ടെന്റ് എത്ര സ്ട്രോങ് ആണെന്ന് ഞങ്ങൾ ജഡ്ജ് ചെയ്യും. അടുത്ത ആഴ്ച ഞാൻ മീറ്റിംഗിന് വേണ്ടി ഗോവയ്ക്ക് പോകും. പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും നമ്പർ നൽകും. അടികൈ. ഇവിടെ വരൂ. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ തുടങ്ങാം. കൂട്ടുകാരെ, സഹോദരി സഹോദരന്മാരെ, ആദ്യമായി തങ്ങളുടെ കലയെന്ന തെങ്ങിലെ കുലയെന്ന കഴിവ് പുറത്തു കാണിക്കാൻ വരുന്നു തോത്തോറാമും ഗ്രൂപ്പും. ഇവിടെ വരൂ. എല്ലാവർക്കും നമസ്കാരമുണ്ട്. രാവിലെ തന്നെ നല്ല വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ്. എല്ലാവരുടെ സുഹൃത്താ. മുതലാളി, കൊച്ചമ്മ ഭക്ഷണം കഴിക്കാൻ പോകാൻ പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ബോക്സറാണ്, ബോക്സർ. പാക്ക് പാക്ക്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തവയിൽ ദോശ ഉണ്ടാക്കുന്നതാണ്. പാക്ക് 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 പാക്ക്. അടിപൊളി. തൽവാർ തവയിൽ ഉണ്ടാക്കിയ ഭക്ഷണമാണെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും കഴിക്കും. 5 പേർക്ക് കഴിക്കാനുള്ളതുണ്ട്. 50 പേർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പാക്ക് 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 പാക്ക്. ആഹാ, നല്ല ദോശ വേഷായിട്ടുണ്ട്. ഇതെന്തായാലും കലക്കി. ഈ പൊറോട്ടയുടെ ടേസ്റ്റ് വർണ്ണിക്കാൻ വയ്യ. ദോശയായാലും പൊറോട്ടയായാലും ഓംലെറ്റ് ആയാലും ഊത്തപ്പോയാലും സോതോടെ കഴിക്കാം. തൽവാർ തവ. പാക്ക് പാക്ക്. എല്ലാവർക്കും സന്തോഷം നൽകും തൽവാർ തവ. രാവിലെ നന്നായി മഴ പെയ്തു. നിങ്ങൾ വിചാരിച്ചതിലും നന്നായി പെർഫോം ചെയ്തു. അടികൈ. ആഹാ, നിന്റെ പൊറോട്ട നിന്നെ പോലെ മനോഹരം തന്നെയാണ് കിട്ടി. തൽവാർ തവയിൽ ഉണ്ടാക്കിയതാണ്. അനങ്ങിപ്പോകരുത്. ഇവിടെ വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ തന്നേക്ക്. ഞങ്ങളുടെ കയ്യിൽ ഈ തൽവാർ തവ മാത്രമേ ഉള്ളൂ. ഈ തൽവാർ തവയ്ക്ക് നല്ല ബലവുമുണ്ട്. അച്ഛാ, ദേന്റെ ഈ ബാറ്റ് ഒടിഞ്ഞു പോയി. ഇനി ഞാൻ എങ്ങനെ ടെന്നീസ് കളിക്കുക? ഇതുകൊണ്ട് കളിച്ചോ മോനെ, ഇതൊരിക്കലും ഒടിയില്ല. ഈ പെരുമഴയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി എനിക്ക് ആകെ ജലദോഷം പിടിച്ചു. സംശയമുണ്ടോ? ഓ, നമ്മുടെ ഹണിക്ക് ജലദോഷം പിടിച്ചാലോ? ഇത് വളരെ നല്ലൊരു തവയാണ്. ഇതുകൊണ്ട് നന്നായിട്ട് കളിക്കാനും പറ്റും. മഴ കൊള്ളാതിരിക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാനും പറ്റും. എന്താ പോപ്പട്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുന്നോ? തവയൊന്ന് ഉപയോഗം ഒരുപാട്. പല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം തൽവാർ തവ. സംശയമുണ്ടോ? കൂട്ടുകാരെ രക്ഷിക്ക്, അല്ലെങ്കിൽ ഇവന്മാരെന്നെ ചവിട്ടി കൂട്ടി ചമ്മന്തി പരുവത്തിലാക്കും. നീയൊക്കെ ആരാ? ഞങ്ങളെ മാൻഡിബൈഡ് ആൾക്കാരാണ്. ഇവനെ മര്യാദക്ക് ഞങ്ങളുടെ കയ്യിലേക്ക് തന്നേക്ക്. ഞങ്ങൾക്ക് ഇവനെ നേരെ മാൻഡിബൈഡ് അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളതാണ്. എന്തിന്? എന്നെ അച്ചാറിടാൻ വേണ്ടിട്ടാ. ഞാൻ സത്യസന്ധമായിട്ട് മാന്യയുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തില്ലായിരുന്നോ? നീ ഒരു നല്ല കാര്യമല്ലേ ചെയ്തത്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സംശയമുണ്ടോ? അതെ, പക്ഷെ അത് ഇവന്മാർക്ക് കുഴപ്പമായില്ലേ? ഇവന്മാർക്ക് എന്ത് കുഴപ്പമുണ്ടായി? നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. അവനെ ഇങ്ങ് വിട്ടു തന്നേക്ക്. ഞങ്ങൾക്ക് അവനെ മാൻഡിബൈഡ് അടുത്ത് എത്തിക്കണം. ആദ്യം ഞങ്ങളുടെ ഇടി വാങ്ങിച്ചോ. എന്റെ നേരെ തക്കാളി എറിയുന്നോടാ. അടിപൊളി ഹണി, കലക്കി നീ. നിന്നെയൊന്നും മാൻഡിബായ് വെറുതെ വിടില്ലടാ. മാൻഡിബായ്, ആ ഞണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. ബായ്. മാൻഡി, ഞാൻ കഴിക്കും ക്യാൻഡി. എടാ സാൻഡി, എടാ നിന്നെ കൊണ്ടൊരു ഞണ്ടിനെ പോലും പിടിക്കാൻ കഴിയുന്നില്ലടാ. ഞങ്ങൾ പിടിച്ചതാ ബായി. പക്ഷെ അവന്റെ ടീം അവനെ രക്ഷിക്കാൻ വേണ്ടി എത്തിയിരുന്നു. എന്ത് ടീം? എന്ത് ടീം? ആരുടെ ടീം? അത് പിന്നെ 2 പൂച്ചകളും ഒരു പട്ടിയുണ്ടായിരുന്നു. ആരാ അവരൊക്കെ? നീയൊക്കെ ഈ പോപ്പട്ടിനെ കുറിച്ച് പറയാൻ വിട്ടുപോയല്ലേ? സംശയമുണ്ടോ? ഇവര് നിങ്ങളുടെ പേര് മറന്നുപോയാലെന്താ? ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. ഈ മാൻഡിയോട് കളിച്ചാൽ അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നീ എപ്പോഴും ഓർക്കും. ബായി, ആ ഞണ്ടിവന്മാരുടെ കൂടെ ഇല്ല. എടാ,
കിറ്റ് ഇതാ ഇവിടെയുണ്ട്. പക്ഷെ നീയൊക്കെ അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചില്ലായിരുന്നോ? ഈ തോത്താറാമിന്റെ കയ്യിൽ നിന്ന് നല്ല ഇടി കിട്ടുമെന്ന്. മാൻഡി കഴിക്കും കാൻഡി. ഇനി നിനക്ക് ഞങ്ങൾ തരും നല്ല ഇടി. അടിക്ക്. മാൻഡി ഇനി ആർക്കും കൊടുക്കില്ല, സ്വന്തം കാൻഡി. ഇനി കൊടുക്കാൻ പോകുന്നത് എന്താ? നല്ല ഇടി. നിനക്ക് സർക്കസിൽ പോയാൽ കൂട്ടുകാരെ, മതി സർക്കസ് കാണിച്ചത്. ഇനി നമുക്ക് അഭ്യാസങ്ങൾ കാണിക്കാം. അതെ, തുടങ്ങാം. യാ, ഹൈ, യാ, ഹൈ, യാ. യാ, ഹൈ. ദാ പിടിച്ചോ. യാ, യാ. മാൻഡി, ഇനി നിന്റെ ഊഴവാ. സംശയമുണ്ടോ? കാൻഡി നന്നായി കഴിക്കും കാൻഡി. എന്റെ കാൻഡി. പാൻ സുപാരി, ഹാൾഡി കേസർ, കാലി മിർച്ച് ഇതുപോലുള്ള ഫ്ലേവർ ഒക്കെ വായിച്ച് എന്റെ തല തന്നെ തണുത്തു പോയി ചേട്ടാ. ഇത് ഐസ്ക്രീം ഫ്ലേവറുകളുടെ പേരാണോ അതോ റേഷൻ കടയിലെ സാധനങ്ങളുടെ ലിസ്റ്റോ? എടാ ഇപ്പോഴും നീ ആ ലിസ്റ്റ് വായിച്ചോണ്ടിരിക്കുകയാണോ? കിറ്റ്കിറ്റെ, നീ ഇനി അടുത്ത വർഷം ഐസ്ക്രീം കഴിക്കുന്നുള്ളോ? മണി, ഒരുപാട് വലിയ ലിസ്റ്റാണിത്, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു ഐസ്ക്രീം കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ വായിക്കകത്ത് കുത്തിക്കയറ്റി വെക്കായിരുന്നു, സമാധാനം കിട്ടിയത്. സോറി പോപ്പട്ടെ, ഞാൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു. ചേട്ടാ, എനിക്കൊരു ചോക്ലേറ്റ് തന്നാ മതി. ചോക്ലേറ്റ് വേണമെങ്കിൽ ജനറൽ സ്റ്റോറിൽ നോക്കിയാൽ മതി. നമ്മളിപ്പോ നിൽക്കുന്നത് ഐസ്ക്രീം പാർലറിലാണ്. എടാ ഹണി, നീ ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ വല്ല ശത്രുക്കളും ആയിരുന്നോ? ഇടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാതെ നീ കൗണ്ടർ അടിക്കുന്ന എന്തിനാ? എന്റെ പൊന്നു ഹണി, ഇവൻ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീമാ ചോദിക്കുന്നത്. ഓക്കെ, ഐ എം സോറി. ചേട്ടാ, എനിക്കൊരു മാൻഡി തന്നേക്ക്. അതിനെ മാൻഡി എന്നല്ല ക്യാൻഡി എന്നാ പറയുന്നത്. സംശയമുണ്ടോ? ചിലപ്പോ മാംഗോ ക്യാൻഡി ആയിരിക്കും ചോദിക്കുന്നത്. അത് ഷോർട്ടാക്കി മാൻഡി എന്നാക്കിയായിരിക്കും. അത് കണ്ടുപിടിച്ചാലല്ലേ കിട്ടുള്ളൂ. ഇവിടെ വന്ന് ഈ ഐസ്ക്രീം കടക്കാരനോട് ചോദിച്ചു കഴിഞ്ഞാല് മാൻഡി എങ്ങനെ കിട്ടാനാണ്? ഹണി, ഞാൻ കാൻഡി തന്നെയാണ് ചോദിച്ചത്. എനിക്കാകെ കൺഫ്യൂഷൻ ആയിട്ട് വയ്യ. സാറ് പിടിക്കാൻ പോകുന്നത് ക്യാൻഡിയാണോ അതോ മാൻഡിയാണോ? എനിക്ക് മാൻഡി തന്നെയാണ് പിടിക്കേണ്ടത്. പക്ഷേ ടെൻഷൻ മാറ്റുവാനായി എനിക്കിപ്പോൾ കാൻഡിയും കഴിക്കണം. എനിക്ക് മനസ്സിലാവുന്നില്ല, ഞാനിപ്പോൾ അവരെ എവിടെ ചെന്നാണ് അന്വേഷിക്കുക? പാണ്ടാ സാറേ, സാർ തൽക്കാലം ഈ ക്യാൻഡി കഴിച്ച് തലേന്ന് തണുപ്പിക്ക്. ഞാനിവിടെ ഇല്ലേ, എനിക്കറിയാം മാൻഡി എവിടെയാന്ന്. എങ്ങനെ? അതെ, എന്റെ പേര് കിറ്റ് കിറ്റ് എന്നാണ്. ഏതൊക്കെ കള്ളന്മാർ എവിടെയൊക്കെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ഈ കിറ്റ് കിറ്റിന് നന്നായിട്ട് അറിയാം. എടാ, നിന്റെ ലൗഡ് സ്പീക്കറിന്റെ വോളിയം ഒന്ന് കുറയ്ക്ക്. എനിക്ക് ഒരു കൂട്ടുകാരൻ പറഞ്ഞു തന്നതാ. മാൻഡി പഴയൊരു ബില്ലിലുണ്ട്. ഞാൻ പറയുന്നത് സത്യമാണ്. എന്റെ കൂട്ടുകാരനാ പറഞ്ഞത്. അവൻ ഈർക്കിലി പരമുന്റെ കൂടെ തുരപ്പം മാൻഡിയെയും കണ്ടെന്ന്. സത്യമാണ്. സത്യത്തിൽ അവരുടെ പേര് കേട്ടിട്ട് എനിക്ക് ചിരി വരുന്നു. ഈർക്കിലിയും പിന്നെ തൊരപ്പനും രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. ഇതെന്ത് പേരാ? ഇതൊരു തുരപ്പൻ മാൻഡി. അത് പിന്നെ അവൻ തുരപ്പനെ പോലെയാ പോലീസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് അവനെ തുരപ്പൻ മാൻഡി എന്ന് വിളിക്കുന്നത്. ഇത്തവണ അവൻ രക്ഷപ്പെടില്ല. ടിപ്പ് തന്നതിന് വളരെ നന്ദി കിറ്റ് കിറ്റ്. അവിടെ വെച്ചിരിക്കുന്ന ബോക്സിൽ നിന്ന് ഒരു കൂൾ ഡ്രിങ്ക്സും 2 മാംഗോ ജ്യൂസ് എടുത്തിട്ടോ. വേഗാവട്ടെ. അതെ, ടിപ്പ് മേടിച്ച സ്ഥിതിക്ക് അതിനുള്ള ജോലി ചെയ്തുകൂടെ? ചേട്ടാ, കിറ്റ് കിറ്റ് എന്നൊരു ഞണ്ട് ചേട്ടൻ എവിടെയാ ഉള്ളതെന്ന് പോലീസിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചേട്ടൻ വേഗം ആ ഒളിത്താവളത്തിൽ നിന്ന് മാറേണ്ടി വരും.
ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ആരും എന്റെ പുറകേണ്ടെന്നാ തോന്നുന്നത്. ഓടിക്കോടാ. എടാ ഞണ്ടേ, നീ എങ്ങോട്ടാ ഓടുന്നത്? ഇന്ന് നീ ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നീ ഒറ്റ കൊടുത്തത് ഞങ്ങളുടെ മാൻഡി ബോയിയാടാ. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? എന്നെ ഒന്ന് രക്ഷിക്കേ. ഈ ഞണ്ടിനെ നമ്മൾ ചമ്മന്തിയാക്കിയില്ലെന്നുണ്ടെങ്കിൽ മാൻഡി ബായി നമ്മളെ ചമ്മന്തിയാക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. വാ, നമുക്ക് പോയി അവനെ പിടിക്കാം. വേം വാ. എന്നെ വെറുതെ വിട്. എന്തിനാ എന്നെ ഇങ്ങനെ ഓടിക്കുന്നത്? രക്ഷിക്കണേ, വിടെന്നെ. അയ്യോ രക്ഷിക്കണേ. അല്ല, അവനവിടെ പോയി. അവൻ താ നിന്റെ കയ്യിലിരിക്കുന്ന വൈപ്പറിലുണ്ട്. അയ്യോ ചേട്ടാ, എന്നെ രക്ഷിക്കണേ.